എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. +1 തുല്യത ഇക്കണോമിക്സ് പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും പഠിച്ചു പോകേണ്ട വൺ വേർഡ്, അതായത് ഒരു മാർക്കിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് പറയുന്നത്. 10 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 10 ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വരിക. അത് 1 മുതൽ 10 വരെ ചോദ്യങ്ങളാണ്. ആദ്യത്തെ സ്റ്റെപ്പ് അല്ലെങ്കിൽ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യം കാണുന്നത് ഈ 1 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 8 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓക്കെ, ഒരു സ്കോർ വീതം എന്നാണ് ചോദ്യം ഉണ്ടാവുക. അപ്പൊ 10 എണ്ണം തന്നിട്ട് 8 എണ്ണം എഴുതിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം മാത്രം നിങ്ങൾ കൊടുക്കുക. ഇനി നിങ്ങൾക്ക് 10 എണ്ണം എഴുതിയേ തീരൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം അറിയുന്നത് കൃത്യമായിട്ട് എഴുതിയതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അറിയാത്തത് എഴുതാൻ പാടുള്ളൂ. ഓക്കെ, അറിയാത്തത് എഴുതരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 10 എണ്ണത്തില് 8 എണ്ണം എഴുതാൻ പറഞ്ഞാൽ അത് മാത്രം എഴുതിയാൽ മതി. 8 എണ്ണേ വാല്യൂ ചെയ്യുള്ളൂ. ഓക്കെ, യെസ്. അപ്പൊ വേറൊരു കാര്യം കൂടെ, ഇത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യമാണെങ്കിലും ഈ ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യമാണ് കാണുന്നതെങ്കിലും ഇത് നിങ്ങൾ ആദ്യം തന്നെ എഴുതണം നിർബന്ധമൊന്നുമില്ല. കാരണം പലരും ഈ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് സമയം കളയാറുണ്ട്. കാരണം ഇത് വായിച്ചു നോക്കിയിട്ട് കുറെ നേരം ഇതിന്റെ മുകളിൽ ഇരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ കൂൾ ഓഫ് ടൈം, അതായത് പരീക്ഷ തുടങ്ങുന്നതിന്റെ 15 മിനിറ്റ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് വായിക്കാനുള്ളതാണ്. 1 മുതൽ 33 വരെ ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാവും. ഈ 1 മുതൽ 33 വരെ ചോദ്യങ്ങൾ കൃത്യമായിട്ട് 15 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യണം, വായിച്ച് തീർക്കണം. അതിനുള്ള സമയമാണത്. ഓക്കെ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ വൺ വേർഡ് കൃത്യമായിട്ട് അറിയുമെന്ന് ഉറപ്പുള്ളവർ മാത്രം എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ട് 8 തന്നെ അല്ലെങ്കിൽ 8 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 10 എണ്ണം കൃത്യമായിട്ട് ഒരേ സീക്വൻസ് ആയിട്ട് എഴുതിയിട്ട് ആൻസർ ചെയ്യാനാണ് നോക്കേണ്ടത്, അല്ലെ? ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ഉൾഭാഗത്ത് എവിടെയെങ്കിലും ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല, അവസാനം എഴുതിയാലും കുഴപ്പമില്ല. പക്ഷെ ഇതെല്ലാം ഒരുമിച്ച് എഴുതാൻ നോക്കുക. അല്ലാതെ ഒരു 4 എണ്ണം ആദ്യം എഴുതി പിന്നെ വേറെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയിട്ട് പിന്നെ ഒരു 2 എണ്ണം വേറെ കൊണ്ട് എഴുതി പിന്നെ ഒരു 2 എണ്ണം വേറെ എഴുതി, അങ്ങനെ എഴുതരുത്. അത് നോക്കുന്ന അധ്യാപകനെ സംബന്ധിച്ച് വളരെ റിസ്ക് ഉള്ള കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ മാർക്കൊക്കെ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് തുടരാം. നോക്കിക്കോളൂ. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യ ജനസംഖ്യാ പരിവർത്തനത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടന്നത് എന്ന്. ഇന്ത്യ ജനസംഖ്യാ പരിവർത്തനത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടന്നത് എന്ന്. ഈ ചോദ്യം നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആണ്, വളരെ ഫേമസ് ആണ്. കാരണം ഇത് മുൻപും പരീക്ഷകളിൽ വന്ന ചോദ്യമാണ്. മുൻപത്തെ പരീക്ഷകളിൽ ഈ ചോദ്യം വന്നത് ഇങ്ങനെയല്ല. ഓക്കെ, എങ്ങനെയാണ് ആ ചോദ്യം? 1921 ഇന്ത്യ ജനസംഖ്യാ പരിവർത്തനത്തിന്റെ ഏത് ഘട്ടത്തിലായിരുന്നു എന്നാണ് ചോദ്യം. ഓക്കെ, 1921 വരെ ഇന്ത്യ ജനസംഖ്യാ പരിവർത്തനത്തിന്റെ ഏത് ഘട്ടത്തിലായിരുന്നു എന്നാണ്. ഇവിടെ ആ ചോദ്യം നേരെ തിരിച്ചിട്ടത്. എങ്ങനെയാണ്? ഇന്ത്യ ജനസംഖ്യാ പരിവർത്തനത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടന്നത് എന്നാണ്. 2ന്റെ ഉത്തരം എന്താണ്? 1921. അവിടെ നമ്മൾ വ്യക്തമായിട്ട് ആ ചോദ്യത്തിൽ പറഞ്ഞു, അല്ലെ? 1921 ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരം വരുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1921 വരെ ഇന്ത്യ ജനസംഖ്യാ പരിവർത്തനത്തിന്റെ 1ാം ഘട്ടത്തിലായിരുന്നു. ശേഷം 2ാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ 2ാം ഘട്ടത്തിലേക്ക് കടന്നത് എന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്ക് ഓപ്ഷനിൽ 1947, 1921, 2000, 1950 ഇങ്ങനെയാണ് വർഷം കൊടുത്തുള്ളത്. ഇവിടെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരൊറ്റ വർഷമേ ഉള്ളൂ, 1921. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ 2ാമത്തെ ചോദ്യം, കാർവേ കമ്മിറ്റിയുടെ ലക്ഷ്യം എന്തായിരുന്നു? കാർവേ കമ്മിറ്റി, ഓക്കെ, കാർവേ കമ്മിറ്റി എന്തിനു വേണ്ടി രൂപീകരിച്ചതാണെന്നാണ് ചോദ്യം. കാർവേ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടത് എന്താണ്, അല്ലെങ്കിൽ എന്തുമായി ബന്ധപ്പെട്ടതാണ് കാർവേ കമ്മിറ്റി? തിരിച്ചും ചോദിക്കും. ഇവിടെയൊക്കെ ചോദ്യം ട്വിസ്റ്റ് ചെയ്തിട്ടാണ് വന്നുള്ളത്. കാർവേ കമ്മിറ്റിയുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നാണ്. ഞാൻ ഓപ്ഷൻ വായിക്കാം. ഗ്രാമീണ വ്യവസായങ്ങളെയും ചെറുകിട വ്യവസായങ്ങളെയും കുറിച്ച് പഠിക്കുക. ഓപ്ഷൻ ബി, വിദ്യാഭ്യാസ പുരോഗതിയെ കുറിച്ച് പഠിക്കുക. ഓപ്ഷൻ സി, ഭൂപരിഷ്കരണത്തെ കുറിച്ച് പഠിക്കുക. ഓപ്ഷൻ ഡി, ദേശീയ വരുമാനത്തെ കുറിച്ച് പഠിക്കുക. ഏതാണ് ആൻസർ വരുന്നത്? ഗ്രാമീണ വ്യവസായങ്ങളെയും ചെറുകിട വ്യവസായങ്ങളെയും കുറിച്ച് പഠിക്കുക എന്നാണ്, അല്ലെ? അതായത് ഇന്ത്യയിൽ ചെറുകിട വ്യവസായങ്ങളെ കുറിച്ച് പഠനം നടത്താൻ വേണ്ടിയിട്ട് 1955 അല്ലെ ഗവൺമെന്റ് രൂപീകരിച്ച ഒരു കമ്മിറ്റിയാണ് ഏത്? കാർവേ കമ്മിറ്റി. വില്യം കാർവേ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിലാണ്, അതിന്റെ മേൽനോട്ടം അദ്ദേഹത്തിനായിരുന്നു. അതുകൊണ്ടാണ് കാർവേ കമ്മിറ്റി എന്ന പേരിൽ അത് അറിയപ്പെടുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ കാർവേ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? അത് ചെറുകിട വ്യവസായങ്ങളെയും ഗ്രാമീണ വ്യവസായങ്ങളെയും കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയോഗിച്ച കമ്മിറ്റിയാണ്. ക്ലിയർ? 2ാമത്തെ ചോദ്യം. 3ാമത്തേത്, ദാരിദ്ര്യം നിർണ്ണയിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി രൂപരേഖ തയ്യാറാക്കിയത് ആര്? ദാരിദ്ര്യം നിർണ്ണയിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി രൂപരേഖ തയ്യാറാക്കിയത് ആര്? ഓക്കെ, അപ്പോൾ ഒരു ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി അംബേദ്കർ, ഓപ്ഷൻ സി മഹാത്മാഗാന്ധി, ഓപ്ഷൻ ഡി ദാദാഭായ് നവറോജി. ആരാണ് നിങ്ങൾക്ക് അറിയാം. ഞാൻ പഠിപ്പിച്ച
ആ കുട്ടികൾക്കൊക്കെ ഞാനത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന വ്യക്തിയെ രണ്ട് രീതിയിൽ ചോദ്യം വരും എന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ അല്ലെങ്കിൽ രണ്ടിൽ ഒരു ചോദ്യം എന്തായാലും വരുന്നതാണ്. അപ്പൊ ആ ചോദ്യം തന്നെ ഇവിടെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. ദാരിദ്ര്യം നിർണ്ണയിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി രൂപരേഖ തയ്യാറാക്കിയത് ദാദാഭായ് നവറോജിയാണ്. ഓക്കെ, ദാദാഭായ് നവറോജിയാണ് ദാരിദ്ര്യം നിർണ്ണയിക്കുന്നതിനായി ബ്രിട്ടീഷ് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായിരിക്കുമ്പോൾ ഇന്ത്യയുടെ ദാരിദ്ര്യം നിർണ്ണയിച്ച വ്യക്തിയാണ് ആര്? ദാദാഭായ് നവറോജി. മറക്കണ്ട. ഓക്കെ, ഇദ്ദേഹവുമായി ബന്ധപ്പെടുത്തിയിട്ട് വേറൊരു ചോദ്യം കൂടെ വരാം. അതെന്താണ്? ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയത് ആരാണ്? ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയത് ആരാണ്? അങ്ങനെയും ചോദ്യം വരും. അതിന്റെ ഉത്തരവും ദാദാഭായ് നവറോജിയാണ്. ക്ലിയർ അല്ലേ? നാലാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിയന്ത്രക സ്ഥാപനം ഏത്? താഴെ പറയുന്നവയിൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിയന്ത്രക സ്ഥാപനം ഏത്? അത് ഏതാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മൾ രണ്ട് തരം നിയന്ത്രക സ്ഥാപനങ്ങളെ പറ്റിയിട്ടാണ് പഠിച്ചിട്ടുള്ളത്. ഒന്ന് വിദ്യാഭ്യാസ മേഖലയെ നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങളാണ്, രണ്ടാമത്തേത് ആരോഗ്യ മേഖലയെ നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങളാണ്. ഞാൻ ഇതേപോലെ തന്നെ ചോദ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ലേറ്റസ്റ്റ് എന്റെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, താഴെ പറയുന്നവയിൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിയന്ത്രക സ്ഥാപനം ഏതാണ്? ആരോഗ്യ മേഖലയിലുള്ളതാണെന്നാണ് ചോദ്യം. അപ്പൊ ആരോഗ്യ മേഖലയിൽ ഒന്നേ ഇവിടെ നമുക്ക് ഓപ്ഷൻ കൊടുക്കുള്ളൂ, ബാക്കിയുള്ളതെല്ലാം ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടാത്തതാണ്. ഓപ്ഷൻ നോക്കാം. NCERT, SCERT, ICMR, AICTE. ഇവിടെ ഏതാണ് ഉത്തരം വരുന്നത്? ഉത്തരം സി ആണ്, ICMR. ഓക്കെ, ICMR. ബാക്കി മൂന്നെണ്ണം എന്താണ്? അത് വിദ്യാഭ്യാസ മേഖലയെ നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങളാണ്. ഓക്കെ, ദെൻ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ഗ്രാമീണ കാർഷിക മേഖലയിലെ വായ്പാ സംവിധാനം നിയന്ത്രിക്കുന്നതിനായി 1982 സ്ഥാപിതമായ ഉന്നതാധികാര സ്ഥാപനം ഏതാണ്? ഇതൊക്കെ ഞാൻ എന്റെ ക്ലാസ്സിൽ പറഞ്ഞതാണ് കുട്ടികളോട്. ഗ്രാമീണ കാർഷിക മേഖലയിലെ വായ്പാ സംവിധാനം നിയന്ത്രിക്കുന്നതിനായി 1982 സ്ഥാപിതമായ ഉന്നതാധികാര സ്ഥാപനം ഏതാണ്? 1982 സ്ഥാപിതമായിട്ടുള്ള സ്ഥാപനമാണ് ചോദിച്ചുള്ളത്. 82ലേതാണ്? അതിൽ ഓപ്ഷൻ നോക്കാം. സ്വാശ്രയ ഗ്രൂപ്പുകൾ, ഓപ്ഷൻ ബി RBI, ഓപ്ഷൻ സി ഭൂവികസന ബാങ്ക്, ഓപ്ഷൻ ഡി നബാർഡ്. അറിയാലോ, അതാണ് 1982 ഇന്ത്യയിൽ സ്ഥാപിതമായത്. കാർഷിക മേഖലയെ അല്ലെങ്കിൽ കാർഷിക മേഖലയെ വായ്പാ സംവിധാനം നടപ്പിലാക്കാനും കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ട് സ്ഥാപിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ് ഏത്? ഉന്നതാധികാര സ്ഥാപനം നബാർഡാണ്. നബാർഡ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് നബാർഡ്. അഞ്ചാമത്തെ ആൻസർ നബാർഡാണ്. ഓക്കെ, ദെൻ ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ആറാമത്തെ ചോദ്യം, ചൈനയെ വളരെ വേഗം വ്യവസായവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 1958 നടപ്പിലാക്കിയ നയം. ചൈനയെ വളരെ വേഗം വ്യവസായവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 1958 നടപ്പിലാക്കിയ നയം. അതായത് ചൈനീസ് ഗവൺമെന്റ് ഈ ചൈനയെ വ്യവസായവൽക്കരണം നടത്താൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവിടെയുള്ള കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും പിന്നെന്താണ് അവരുടെ മൊത്തത്തിലുള്ള വികസനത്തിന് വേണ്ടി, സാമ്പത്തിക വികസനത്തിനൊക്കെ വേണ്ടിയിട്ട് പല നടപടികൾ അല്ലെങ്കിൽ പല നിയമങ്ങൾ ചൈനയിൽ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ എടുത്തു ചോദിക്കുന്നത് വ്യവസായവൽക്കരണവുമായി ബന്ധപ്പെട്ട ആ ഒരു നയം ഏതാണെന്നാണ്. ഞാൻ ഓപ്ഷൻ വായിക്കാം. പ്രോലിറ്റേറിയൻ സാംസ്കാരിക വിപ്ലവം, ഓപ്ഷൻ ബി കമ്മ്യൂൺ സമ്പ്രദായം, ഓപ്ഷൻ സി ഇരട്ട വില സമ്പ്രദായം, ഓപ്ഷൻ ഡി മഹത്തായ കുതിച്ചുചാട്ടം. ഇവിടെ ആൻസർ വരുന്നത് മഹത്തായ കുതിച്ചുചാട്ടമാണ്. മഹത്തായ കുതിച്ചുചാട്ടം ഓപ്ഷൻ ഡി ആണ് ആറാമത്തതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇവിടെ പ്രോലിറ്റേറിയൻ സാംസ്കാരിക വിപ്ലവം എന്ന് പറഞ്ഞാല് ചൈനയില് ജനങ്ങൾ മുഴുവൻ, അതായത് വിദ്യാർത്ഥികൾ, അധ്യാപകർ, ഡോക്ടർമാർ, ഇങ്ങനെയുള്ള ആളുകൾ, വക്കീലന്മാർ, ഇവരൊക്കെ അവരുടെ സ്വന്തം നാടുകളിൽ പോയിട്ട് ജോലി ചെയ്യണം എന്ന് ആഹ്വാനം ചെയ്ത ഒരു നയമാണ് പ്രോലിറ്റേറിയൻ സാംസ്കാരിക വിപ്ലവം എന്ന് പറയുന്നത്. ഓക്കെ, കമ്മ്യൂൺ സമ്പ്രദായം എന്ന് പറയുന്നത് ചൈനയിലെ ഓരോ പ്രദേശങ്ങളെയും കമ്മ്യൂണുകളായിട്ട് തരംതിരിച്ച് അവിടെയൊക്കെ കൃഷി ചെയ്യണം എന്ന് ആഹ്വാനം ചെയ്തതാണ് എന്ത് കമ്മ്യൂൺ സമ്പ്രദായം എന്ന് പറയുന്നത്. ഇരട്ടവില സമ്പ്രദായം എന്ന് പറയുന്നത് അവിടെ ഉൽപ്പന്നങ്ങളുടെ മേൽ നിശ്ചയപ്പെടുത്തിയിട്ട വിലയാണ് ഇരട്ട വില സമ്പ്രദായം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ 4 മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദെൻ ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. താഴെ പറയുന്നവയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇതൊക്കെ നമ്മൾ പറഞ്ഞാണ്, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതെന്ന് വെച്ചാൽ നമ്മൾ 3 മേഖലകൾ പഠിച്ചിട്ടുണ്ട്, 3 തൊഴിൽ മേഖലകൾ പഠിച്ചിട്ടുണ്ട്. 1 പ്രാഥമിക മേഖല, 2 ദ്വിതീയ മേഖല, 3 തൃതീയ മേഖല ആണല്ലോ. ഇവിടെ ഖനനം, ഗതാഗതം, മത്സ്യബന്ധനം, വനവൽക്കരണം, ഇങ്ങനെയാണ് 4 ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് അല്ലെ. ഏതൊക്കെയാണ് താഴെ പറയുന്നതിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നത് കണ്ടെത്താനാണ്. ഓക്കെ, ഏതൊക്കെയാണ്? ഖനനം,
ഗതാഗതം, മത്സ്യബന്ധനം, വനവൽക്കരണം. 4 ഓപ്ഷനിൽ ഏതാണ് ഉൾപ്പെടാത്തത്? ഈ ഗ്രാമങ്ങളിൽ നടക്കുന്ന പ്രവർത്തികളെല്ലാം എന്താണ്? ഗ്രാമങ്ങളിൽ നടക്കുന്ന പ്രവർത്തികളെല്ലാം എന്താണ്? അത് പ്രാഥമിക മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ ഓപ്ഷൻ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും അതും ഗ്രാമങ്ങളിൽ ഇല്ലേ എന്ന്. പക്ഷെ അത് ഗ്രാമങ്ങളിൽ ഉണ്ട് എങ്കിൽ പോലും അത് മറ്റൊരു മേഖലയിൽ ഉൾപ്പെടുന്നതാണ്. അത് ഏതാണ്? അത് ഗതാഗതമാണ്. ഗതാഗതം അല്ലെ? അതായത് ഖനനം, മത്സ്യബന്ധനം, വനവൽക്കരണം ഇതെല്ലാം എന്താണ്? പ്രാഥമിക മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. ഗതാഗതം ഏതുമായി ബന്ധപ്പെട്ടതാണ്? അത് സേവന മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. തൃതീയ മേഖല. ഗതാഗതം സേവന മേഖല അല്ലെങ്കിൽ തൃതീയ മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോ 7ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. ഇനി 8ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ പാരമ്പര്യേതര ഊർജ്ജമായി കണക്കാക്കാൻ കഴിയുന്നത് ഏതാണ്? താഴെ പറയുന്നവയിൽ പാരമ്പര്യേതര ഊർജ്ജമായി കണക്കാക്കാൻ കഴിയുന്നത് ഏതാണ്? ഓക്കെ, ഓപ്ഷൻ എ പെട്രോളിയം, ഓപ്ഷൻ ബി കൽക്കരി, ഓപ്ഷൻ സി സൗരോർജ്ജം, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഓക്കെ, ഇവയൊന്നുമല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ആൻസർ നമുക്ക് ഉണ്ടാവില്ല അല്ലെ? അപ്പോൾ ഏതെങ്കിലും ഒന്ന് ആയിരിക്കും എന്നുള്ള ഉറപ്പാണ്. അപ്പൊ താഴെ പറയുന്നതിൽ പാരമ്പര്യേതരമാണ് ചോദിച്ചിരിക്കുന്നത്. ഊർജ്ജങ്ങൾ 2 തരത്തിലുണ്ട്. പാരമ്പര്യ ഊർജ്ജമാണ്, മറ്റൊന്ന് പാരമ്പര്യേതര ഊർജ്ജമാണ്. പാരമ്പര്യ ഊർജ്ജം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന എല്ലാ തരം ഊർജ്ജങ്ങളും എന്താണ്? പാരമ്പര്യ ഊർജ്ജമാണ്, പരമ്പരാഗതമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. പാരമ്പര്യേതരം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജമാണ്. ഓക്കെ, ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ പാരമ്പര്യ ഊർജ്ജം ഇതിൽ ഏതാന്ന് കണ്ടെത്തിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് പാരമ്പര്യേതരം മനസ്സിലാക്കാൻ പറ്റും അല്ലെ? പെട്രോളിയം, കൽക്കരി ഇത് രണ്ടും എന്താണ്? ഇത് രണ്ടും പാരമ്പര്യ ഊർജ്ജമാണ്. പെട്രോളിയം, കൽക്കരി, പ്രകൃതിവാതകം ഇതാണ് പാരമ്പര്യ ഊർജ്ജം. ഇതാണ് നമ്മൾ ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ഊർജ്ജമാണ് എന്ത്? പാരമ്പര്യ ഊർജ്ജം. അത് നമ്മൾ ഉപയോഗിക്കും തോറും തീർന്നു പോകുന്നതാണ്. നേരെ മറിച്ച് പാരമ്പര്യേതര ഊർജ്ജം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതാണ്. നമ്മൾ അത് ഉപയോഗിക്കും തോറും നമുക്ക് വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കും. സൗരോർജ്ജമാണ് ഇവിടെ ആൻസർ വരുന്നത്. 8ന്റെ ആൻസർ ഓപ്ഷൻ സി സൗരോർജ്ജമാണ്. സൗരോർജ്ജം അതായത് സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, വേലിയിൽ നിന്നുള്ള ഊർജ്ജം. മനസ്സിലാവുണ്ടോ? ഇതെല്ലാം എന്താണ്? ഇതെല്ലാം നമ്മുടെ പാരമ്പര്യേതര ഊർജ്ജത്തിന് എക്സാമ്പിളുകളാണ്. ക്ലിയർ? ഓക്കെ, ദെൻ ഇനി 9ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. യഥാർത്ഥ സർവേയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള തെറ്റുകൾ മനസ്സിലാക്കുന്നതിനായി നടത്തുന്ന പരീക്ഷണ സർവേയുടെ പേര് എന്ത്? യഥാർത്ഥ സർവേയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള തെറ്റുകൾ മനസ്സിലാക്കുന്നതിനായി നടത്തുന്ന പരീക്ഷണ സർവേയുടെ പേരെന്ത്? നമ്മൾ പരീക്ഷണ സർവേയുടെ പേരെന്ത് എന്ന് കണ്ടാൽ തന്നെ ഉത്തരം നമുക്ക് കിട്ടും. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സെൻസസ് സർവേ, ഓപ്ഷൻ ബി പ്രാഥമിക സർവേ, ഓപ്ഷൻ സി പൈലറ്റ് സർവേ, ഓപ്ഷൻ ഡി ദ്വിതീയ സർവേ. ദ്വിതീയ സർവേ എന്ന് പറഞ്ഞിട്ട് ഒരു സർവേ ഇല്ല. പ്രാഥമിക സർവേ എന്ന് പറഞ്ഞിട്ട് ഒരു സർവേ നമ്മൾ കണ്ടിട്ടില്ല. സെൻസസ് സർവേ ഉണ്ട്, അതുപോലെ പൈലറ്റ് സർവേ ഉണ്ട്. ഇനി തീരുമാനിക്കുക, 2 എണ്ണം ഡിലീറ്റ് ചെയ്താലും ബാക്കി 2 എണ്ണത്തിൽ നമുക്ക് ഉത്തരം പിടിക്കാം. ഏതാണ്? പരീക്ഷണ സർവേ എന്ന് പറയുന്നത് പൈലറ്റ് സർവേ ആണ് അല്ലെ? അതായത് യഥാർത്ഥ സർവേ നടത്തുന്നതിന് മുൻപായിട്ട് നടത്തുന്ന ഒരു സാങ്കല്പിക സർവേ അല്ലെങ്കിൽ പരീക്ഷണ സർവേക്ക് പറയുന്ന പേരാണ് പൈലറ്റ് സർവേ. 9ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി പൈലറ്റ് സർവേ ആണ്. 10ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. R=1 ആയാൽ ചരങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ത്? R=1 ആയാൽ, അതായത് നമ്മൾ ഈ സഹബന്ധം എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സഹബന്ധം കോറിലേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. സഹബന്ധം 7ാമത്തെ ചാപ്റ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പൊ സഹബന്ധത്തില് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ പോസിറ്റീവ് സഹബന്ധം, ഓപ്ഷൻ ബി പൂർണ്ണ പോസിറ്റീവ് സഹബന്ധം, ഓപ്ഷൻ സി നെഗറ്റീവ് സഹബന്ധം, ഓപ്ഷൻ ഡി സഹബന്ധം ഇല്ല എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഈ പേരുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു ചോദ്യം നിങ്ങൾക്ക് വേറെ തന്നെ വരുന്നതാണ്. വരയ്ക്കാൻ വേണ്ടി ഒരു ചോദ്യം വരും. ഏതൊക്കെയാണ്? അതായത് സഹബന്ധം അതായത് കാണുക, അതായത് പോസിറ്റീവ് സഹബന്ധം, പൂർണ്ണ പോസിറ്റീവ് സഹബന്ധം, നെഗറ്റീവ് സഹബന്ധം, പിന്നെ എന്താണ് നെഗറ്റീവ് സഹബന്ധം, സഹബന്ധം ഇല്ലായ്മ, പൂർണ്ണ നെഗറ്റീവ് സഹബന്ധം, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും. അത് ചിത്രം വരച്ചിട്ട് അതിന്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ, അല്ലെങ്കിൽ ചിത്രം വരച്ചിട്ട് അതിന്റെ പേരെഴുതാൻ, ചിത്രം വരച്ചിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ, ആ രീതിയിലാണ് ഈ ചോദ്യം വരിക. നിങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് ആ ചാപ്റ്റർ നോക്കണം. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സഹബന്ധം എന്ന് പറയുന്ന കോറിലേഷൻ എന്ന പേരുള്ള ചാപ്റ്റർ ഉണ്ട്. കൃത്യമായിട്ട് നിങ്ങൾ അത് നോക്കണം. ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് R=1 ആയാൽ ചരങ്ങൾ തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പൂർണ്ണ പോസിറ്റീവ് സഹബന്ധം. എന്താണ് ഉത്തരം? പൂർണ്ണ പോസിറ്റീവ് സഹബന്ധം. ഇനിയിപ്പോ ഇങ്ങനെയുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ബാക്കി 8 എണ്ണത്തിൽ നിന്ന് പിടിച്ചെടുക്കാൻ പറ്റും എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും ഇത് കൃത്യമായിട്ട് പഠിക്കുക. ഇതിന്ന് എന്തായാലും ചോദ്യം വരും. ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. എന്തായാലും നിങ്ങൾ പഠിക്കണം, പഠിക്കാതെ പോകരുത്. ഓക്കെ, അപ്പോ
നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇനി നമുക്ക് എസ് ഏതാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസ് ഏതാണ് എന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ പിന്നെന്താണ് 5 മാർക്കിന്, 4 മാർക്കിന്, 3 മാർക്കിനൊക്കെ വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ലൈവിൽ നിങ്ങൾക്ക് അറിയിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഓക്കെ, മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ചാനലിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും ഒന്ന് അറിയിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.